ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോൾ അറസ്റ്റിൽ. വസതിയിലെത്തിയ ഉദ്യോഗസ്ഥരെ തടയുവാൻ ശ്രമമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ യൂൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. ഡിസംബർ 3 പട്ടാള ഭരണ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് നടപടി. പട്ടാള നിയമം മൂലമുണ്ടായ ഭരണ പ്രതിസന്ധിയിൽ വ്യാപക വിമർശനം നേരിടുന്നതിനിടെയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിരുന്ന യൂൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്തത്. പാർലമെന്റിൽ എംപിമാർ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിനായി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 204 എംപിമാരാണ് അനുകൂലിച്ചത്. 85 എംപിമാർ എതിർത്തു. ഇതോടെ സുക് യോളിന്റെ എല്ലാ പ്രസിഡൻഷ്യൽ അധികാരങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടു. ഡിസംബർ 3 ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിനെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന കിം യോങ് ഹ്യൂൻ ആയിരുന്നെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ പാർലമെന്റിലും തെരുവിലും കനത്ത പ്രതിഷേധം ഉയർന്നതോടെ പട്ടാള നിയമം പിൻവലിക്കാൻ പ്രസിഡന്റ് നിർബന്ധിതനാവുകയായിരുന്നു. ഇതിന് പിന്നാലെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെതിരെ നിയമ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിരുന്നു. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്നും രക്ഷിക്കുന്നതിനായി പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നുവെന്നായിരുന്നു പട്ടാള ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് യൂൻ സുക് യോൾ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷത്തെ ബജറ്റ് ബില്ലിനെ ചൊല്ലി യൂനിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു പ്രസിഡന്റ് പട്ടാള ഭരണം പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്നുവെന്നും യൂൻ ആരോപിച്ചിരുന്നു. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ സൈന്യം പാർലമെന്റ് വളയുകയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർലമെന്റിൽ ജനപ്രതിനിധികൾ പട്ടാള നിയമത്തിനെതിരെ വോട്ട് ചെയ്തതോടെയാണ് യൂൻ സുക് യോൾ നിയമം പിൻവലിക്കാൻ നിർബന്ധിതനായത്.